ധാരാളം പഠിപ്പിക്കാൻ. സ്തോത്രം. പക്ഷെ ഹാനോക്കിനെ പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. എന്നിട്ടും അവൻ ദൈവത്തോട് കൂടെ നടന്നു. സത്യത്തിൻ്റെ മാർഗം പഠിപ്പിച്ചു തരാൻ, സ്തോത്രം, കൂട്ടുവിശ്വാസികളാണെങ്കിലും തമ്മിൽ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുവാൻ നമുക്ക് ധാരാളം പേരുള്ളപ്പോൾ നാം ദൈവത്തോട് കൂടെ നടക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നുവോ എന്നിന്ന് പകലൊന്ന് ശോധന ചെയ്യണം. ഹാനോക്കിന് ഇതൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹാനോക്ക് ഇല്ലായ്മകളുടെ കാലത്ത് ജീവിച്ചവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ അതൊരു വലിയ സാക്ഷ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹാനോക്കിനോട് ചോദിച്ചാൽ ഒരു പ്രതിസന്ധി വന്നാൽ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു. സ്തോത്രം, ആരുമില്ലായിരുന്നു. നമുക്ക് ആരെയും കിട്ടിയില്ലെങ്കിലും റോമാലേഖനം 8:26 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് തുണ നൽകുന്ന ആത്മാവ്. പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല, വീണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ തുണയ്ക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. ദൈവവേദലെ നമുക്കെന്തോരം സാധ്യതകളാണ് ദൈവത്തോട് കൂടെ നടക്കത്തക്കവണ്ണം നമ്മെ സഹായിക്കുവാൻ ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. കരമുയർത്തി നമ്മുടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ടും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ, അകന്ന് ജീവിക്കല്ലേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഈ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അനുഭവത്തിൽ അവൻ എഴുതി, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ വിടുവിക്കുന്നവൻ നിന്റെ അടുക്കൽ തന്നെയുണ്ട്. വിടുതൽ തരുന്ന ഒരു ദൈവമാണ്. സ്തോത്രം.